ദൈവത്തിന് മഹത്വം. ഇപ്പം ബ്രദർ പാട്ട് പാടി, നമ്മളൊക്കെ കൂടെ പാടി. എന്നാശ സത്യമാണോ അത്? സങ്കീർത്തനക്കാരൻ 42-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ആ തലത്തിൽ നിന്നല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന്. നമുക്ക് ആത്മാവിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നമ്മൾ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യം. 72-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിലെനിക്ക്. അപ്പം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മളെന്താ ചിന്തിക്കുന്നത്? ഇത് കർത്താവിനെ കുറിച്ചാണോ? അതവിടെ കിട്ടാൻ പോകുന്ന സ്വർണ്ണ തെരുവീതികളും വലിയ കൊട്ടാരങ്ങളും വീടുകളും? നമ്മുടെ ദേഹിയുടെ തലം എപ്പോഴും അത് ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആ നിലയിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ചിന്തകളാണ് വരുന്നത്. ആത്മാവിൻ്റെ തലത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾ സ്വർഗമെന്ന് പറയുമ്പോഴേ അവൻ്റെ മനസ്സിൽ വരുന്നത് ദൈവത്തെക്കുറിച്ചാണ്, കർത്താവിനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സത്യസന്ധരാണ്, നമുക്ക് പറയാൻ കഴിയും: കർത്താവേ, എൻ്റെ അവസ്ഥയൊന്നുമല്ല ഈ പറഞ്ഞ പോലെ മാൻ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന പോലെ ദാഹമൊന്നും എനിക്ക് ഇല്ല. ആ വെള്ളം അന്വേഷിച്ച് നടക്കൊരു മാനിൻ്റെ മനോഭാവം ശ്രദ്ധിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഏകാഗ്രതയുണ്ട് അതിന്. അതെന്താ അന്വേഷിക്കുന്നത്? വെള്ളം. വേറൊരു ചിന്തയും അതിനില്ല. അതിൻ്റെ ചെവി വട്ടം പിടിക്കുന്ന എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിൻ്റെ കണ്ണുകൾ അന്വേഷിക്കുന്ന എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ലാഞ്ചന കാണുന്നുണ്ടോ? അതൊത്തിരി കാര്യങ്ങളുടെ മധ്യത്തിലൂടെയാണ് പോകുന്നത്. നമുക്കറിയാം, ഒരു മാൻ ഒരു വനത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ശത്രുക്കൾ കാണും, മറ്റു മൃഗങ്ങൾ കാണും, പല കാര്യങ്ങൾ കാണും. പക്ഷെ ഈ മാനിൻ്റെ ഹൃദയം ആ ഒരു വെള്ളമെന്നുള്ളൊരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. നമ്മളെക്കുറിച്ചും ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ അത് എഴുതിയപ്പം തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇല്ല, 42-ാം സങ്കീർത്തനം നമ്മൾ അങ്ങനെ വായിക്കുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. താനത് പറയുമ്പം കുറേ പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. അവരർത്ഥമാക്കിയാണ് പറയുന്നത്. ഇന്ന് ആരോ പ്രാർത്ഥിച്ചപ്പോഴോ പാടിയപ്പോഴിങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോഴല്ലേ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പാട്ടിലാണെന്ന് തോന്നുന്നല്ലേ. ഈ കൊരപുത്രന്മാർ ആരെയാ ദുഷ്ടനെന്ന് വിളിച്ചെന്നറിയാം? അറിയോ? സ്വന്തം പിതാവിനെയാണ്. മോശയ്ക്കെതിരായിട്ട് മത്സരിച്ച് നശിച്ചു പോയ സ്വന്തം പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. നമുക്കറിയാം, മത്സരം ആരംഭിച്ചപ്പം കോരകനോടൊപ്പം പുത്രന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആന്തരിക ദർശനം തെളിഞ്ഞു. അവരപ്പനെ തള്ളിപ്പറഞ്ഞ് മോശയോട് ചേർന്നു. പക്ഷെ കോരകും കൂടെയുള്ള സംഘമെല്ലാം നമ്മളങ്ങനെ വായിക്കുന്നത്. അവർക്കുള്ളതെല്ലാം ഭൂമി വിഴുങ്ങി അവരെ നശിപ്പിച്ച് കളഞ്ഞപ്പം അവരുടെ കൂടാരത്തെ വിട്ട് ഓടാനുള്ള നിർദ്ദേശം കേട്ടിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ അപ്പൻ്റെ വീടും വിട്ടിട്ട് ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ഇവിടെ അവർ പറയുകയാണ്, ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടി. ഈ ഒരു യാത്രയിൽ അവിടെ ആ പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നമ്മളെന്നും കേൾക്കുന്ന ഒരു കാര്യങ്ങൾ ചിലതാ അത്. ഈ ആത്മാവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സംസാരിക്കുമ്പം എൻ്റെ 1 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ
എന്താ അതിൻ്റെ അർത്ഥം? എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. കായ്ക്കാത്ത കൊമ്പെന്നല്ല പറയുന്നത്. പിന്നെ എന്നിൽ കായ്ക്കാത്ത കൊമ്പ്, എന്നിൽ നിന്ന് കായ്ക്കാത്ത കൊമ്പ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് മുന്തിരിവള്ളി നമ്മൾ കൊമ്പുകൾ കാണാണ്ട് കർത്താവ് പറയുകയാണ് എന്നിൽ നിന്ന് കായ്ക്കാത്ത കൊമ്പ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൽ നിന്നല്ലാതെയും നമുക്ക് കായ്ക്കാൻ പറ്റും. അത് എവിടുന്നാ കായ്ക്കുന്നത്? നമ്മുടെ ദേഹിയിൽ നിന്ന്. ഇബ്രാഹിമത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ആത്മാവിനെയും, അത് വളരെ വ്യക്തമാണ്, സോൾ, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഇത് മൂന്നും വിഭജിച്ച് നമ്മളെ കാണിച്ചു തരും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ഒരു തൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തൊക്കെയോ കായ്ക്കുന്നുണ്ട്. തുടർന്ന് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിലും വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ പലതും ചെയ്യാൻ കഴിയും. നമ്മിൽ നിന്ന് തന്നെ. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം അതിനെ ഇപ്പം നമ്മളിൽ നിന്ന് തന്നെ കായ്ച്ചാൽ എന്താ സംഭവിക്കുക? അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒത്തിരി കായ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അംഗീകാരം അതിൻ്റെ പിമ്പിൽ ഉണ്ടാവത്തില്ല. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ റോമാലേഖനത്തിൽ പറയുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. റോമാലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ 16 ഇങ്ങനെ വായിക്കുന്നു, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ. അപ്പം നമ്മളെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മളെ ഒടിച്ചെടുത്ത് ആത്മാവിൽ ഈ ഒരു മുന്തിരിവള്ളിയോട് ഒട്ടിക്കുക. അത് സ്വീകരിക്കുന്ന മുഴുവൻ എവിടുന്നാ? ഈ വേരിൽ നിന്നാണ്. കർത്താവിലൂടെ ഒഴുകുന്ന ആ രസം നമ്മളിലേക്ക് വന്നിട്ട് വേണം നമ്മൾ ഫലം കായ്ക്കാൻ. പക്ഷെ നമുക്കറിയാം, ഇവിടെ തുടർന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 24-ാം വാക്യത്തിൽ പറയുന്നു, സ്വഭാവത്താൽ കാട്ടുമരമായതിനെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി ഒട്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്, സ്വാഭാവികമായി നമ്മൾ വസിക്കുന്നിടത്ത് ഫലം നമ്മളിൽ നിന്ന് തന്നെ വരാം. നമ്മളിൽ നിന്ന് ഫലം വരിക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏകദേശം ഈ മറ്റേ ഫലത്തിന് തുല്യം, ആത്മാവിൽ നിന്ന് വരുന്ന ഫലത്തിന് തുല്യമായിരിക്കും. ഇല്ല, ആത്മാവിൻ്റെ ഫലം ഏതൊക്കെയാ? സ്നേഹം. നമ്മളിൽ തന്നെയും സ്നേഹം വരാം. സന്തോഷം, ദൈവിക സന്തോഷമുണ്ട്, നമ്മുടെ സന്തോഷമുണ്ട്. സമാധാനം, ദൈവിക സമാധാനമുണ്ട്, നമ്മുടെ സമാധാനം. ഇത് നമ്മളുടെ വ്യത്യാസം എന്താ? പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളിൽ നിന്ന് തന്നെ ഈ ഫലങ്ങളെല്ലാം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷെ നിലനിൽക്കത്തില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും? നമ്മുടെ യഥാർത്ഥ അവസ്ഥ വെളിയിലേക്ക് വരും. സ്വാഭാവികമായിട്ടുള്ളത് വെളിയിലേക്ക് വരും. മറ്റേതൊരു പുറമേയുള്ള ഫലം കായ്ക്കില്ല, ബാഹ്യതലത്തിലുള്ളത്. പക്ഷേ ഈ ആത്മാവിൽ പണിയപ്പെടുന്നിടത്ത് അത് പുറപ്പെട്ടു വരുന്ന നമ്മളിൽ നിന്നല്ല. എവിടുന്നാണ് പുറപ്പെട്ടു വരുന്നത്? കർത്താവിൽ നിന്നാണ്. ആ രസത്തിൽ നിന്നാണ് നമ്മളിലൂടെ ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ ഒരു സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെ വിഷമമുണ്ട്. ഇപ്പം പൗലോസ് അപ്പോസ്തലനെ വിളിച്ചും പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്തിനാണ് നിന്നെ വിളിച്ചത്? അപ്പോസ്തല പ്രവൃത്തിയില്ല നമ്മളത് വായിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ വിളിക്കുമ്പോൾ 26-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടുള്ള അവകാശം ലഭിക്കേണ്ടത് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരം ദൈവത്തേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അവിടെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കാനാണ്.
അപ്പോസ്തലനെ ഏൽപ്പിച്ച ദൗത്യം വചനം പ്രസംഗിച്ച് വീണ്ടും ജനത്തിലേക്ക് നടത്തി അവരുടെ കണ്ണ് തുറക്കണം. പക്ഷേ എഫെസ്യർ 1:17 നമ്മളെന്താ വായിക്കുന്നത്? കണ്ണ് തുറക്കാൻ ഏൽപ്പിച്ച ആൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അതിനു വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചത്. പക്ഷെ അതിനകത്ത് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലാണ് താൻ എപ്പോഴും നിൽക്കുന്നത്. ആ പരിധികളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സ്വയത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എനിക്കിത് ചെയ്യാൻ കഴിയും. പക്ഷെ അപ്പോസ്തലന് അറിയാമായിരുന്നു തനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ എഫെസ്യ ലേഖനത്തിൽ താൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എഴുതി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. എന്താ താഴ്മയുടെ തലം കാണുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്തു തരാമെന്നല്ല പറയുന്നത്, പിന്നെ എന്താ പറയുന്നത്? നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ എനിക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ളൊരു ബോധമുണ്ട്, എനിക്ക് ദൈവം തന്നൊരു ബോധമുണ്ട്, അത് നിങ്ങൾക്കും മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ താനങ്ങ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്, താനങ്ങ് മാറി. ആരാ ഉയർന്നു വരുന്നേ? ക്രിസ്തു ഉയർന്നു വരുന്നു. അപ്പം നമ്മളെപ്പോഴും ക്രിസ്തുവിനെ ഉയർത്തുമെന്നൊക്കെ പറയും. എങ്ങനെയാ ക്രിസ്തുവിനെ ഉയർത്തുന്നത്? സ്നാപയോഹന്നാൻ അതിനെക്കുറിച്ച് ചെറിയ വിളിച്ചുകൊണ്ടായിരുന്നുകൊണ്ടാണ് താൻ പറഞ്ഞ് ഞാൻ കുറയണം. എപ്പോഴാണ് പറഞ്ഞത്? അത് അവൻ്റെ ശിഷ്യന്മാർ അവനോട് വന്നിട്ട് കർത്താവ് ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഉടനെ തൻ്റെ മറുപടി എന്താ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് ചുമക്കാൻ യോഗ്യനല്ല, അവനാണ് വലിയവൻ, അവൻ വളരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക തലത്തിൽ ദൈവം ഒരു പണി ചെയ്യുമ്പം നമ്മുടെ സ്വയം താഴാൻ തുടങ്ങും. നമ്മുടെ സ്വയം താന്നിട്ട് എന്താ ചെയ്യുന്നത്? എല്ലാ സമയത്തും നമ്മൾ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ തുടങ്ങും. അപ്പം നമ്മളെ കേൾക്കുന്ന ഒരാൾ നമ്മളെയല്ല കാണുന്നത്, പിന്നെ ആരെയാ? കർത്താവിന്. നമ്മളെ കേട്ടതിന് ശേഷം കർത്താവിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്കാണ് ചെല്ലുന്നത്. അതേസമയം നമ്മളിൽ തന്നെ വരുന്ന കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഭയങ്കര അറിവും അല്ലേ, ജ്ഞാനവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. അപ്പോൾ ദൈവാത്മാവ് ദൈവനത്തിലൂടെ നമ്മളെ തുടർന്ന് കർത്താവ് പറയുന്നുണ്ട്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, അവിടെ ഫലം കായ്ക്കുന്നവരുള്ള ബന്ധി പറയുന്നത് എന്താ പറയുന്നത്? അടുത്ത വാക്യം, 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്ത എൻ്റെ ആദ്യ ഭാഗത്ത് കൊമ്പുകളൊക്കെയും നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കണമെന്ന് ചെത്തി വെടിപ്പാക്കുന്നു. ഈ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൻ്റെ പുറത്തിലേക്ക് വരാൻ വേണ്ടി എവിടെയായി ചെത്തുന്നത്? കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കാനായിട്ട് അവൻ ചെത്തി വെടിപ്പാക്കുന്നു. എന്താ ചെത്തുന്നത്? കർത്താവ് എന്താ നമ്മൾ ചെത്തുന്നത്? വചനം കൊണ്ടുള്ള ചെത്തലാ അത്. തുടർന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച് വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ വചനം കൊണ്ട് എവിടാ നമ്മളെ ചെത്തുന്നത്? ഞാൻ, എനിക്ക്, എൻ്റെ അല്ലേ, ആ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു തലത്തെ കർത്താവ് ചെത്തി നമ്മളെ അങ്ങ് ചെറുതാക്കുക. നമ്മളെന്നാ പറയും? ഞാനല്ല, അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നോട് കൂടിയുള്ള ദൈവ കൃപയത്രേ. നമ്മൾ അവിടുന്ന് സാവകാശം ഇല്ലാണ്ടായിക്കൊണ്ടായിരിക്കുന്നത്. അവിടെ നമ്മളെപ്പോഴും കർത്താവിനെ ഉയർത്തുന്നു. നമ്മൾ മഹത്വവും ബഹുമാനവും ആദരവും എല്ലാം കർത്താവിനാണ് കൊടുക്കുന്നത്. തുടർന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവ് എന്നിലൂടെ ചെയ്തത്, ഞാൻ ചെയ്തതല്ല, കർത്താവ് എന്നിലൂടെ ചെയ്തത്. ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഞാനൊരു പ്രസംഗം നടത്തിയെന്നല്ല അല്ലേ? അത് 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 14-ന്റെ 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നെന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു.
ആത്മാവിലൂടെ ദൈവം ഒരു പ്രവൃത്തി എന്നിലൂടെ ചെയ്യുക, ആത്മാവിലൂടെ. അതിൻ്റെ ഒരു സോഴ്സാണ് ഞാൻ. അല്ലേ? തീമോഥെയോസിൽ പറയുന്നുണ്ട്, നബിയെ വിട്ടതും തന്നെത്താൻ വെടിപ്പാക്കുന്നവനെല്ലാം യജമാനന് ഉപയോഗമുള്ള മാനപാത്രമാണ്. അവിടെ പറഞ്ഞ് എന്ത് വെടിപ്പാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? യവന മോഹങ്ങളെ വിട്ടോടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമ്പം നമ്മളിൽ ഒരു മാനപാത്രമായിട്ട് നമ്മൾ തീരുന്നു. ആ പാത്രത്തിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ സ്വയത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പം, ഇപ്പം കർത്താവ് സാത്താനെ ജയിച്ചത് എങ്ങനെയാ? വചനം. സൈക്കോളജി ഇല്ല, ഒരു തന്ത്രവും ഇതിനകത്തില്ല. പക്ഷെ നമ്മൾ സ്വയത്തിൽ നിൽക്കുമ്പം നമ്മൾ അതിനോട് പലതും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. നമ്മുടെ ബുദ്ധിക്ക് നല്ലതാണെന്ന് തോന്നുന്ന പല ആശയങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ട് വചനത്തോട് കൂട്ടിച്ചേർത്തത് അവതരിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പം നമുക്കറിയാം, കർത്താവ് ഇങ്ങനെ ഈ വചനത്തോട് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ എന്തായി കൂട്ടിച്ചേർക്കുന്നത്? നമുക്കറിയാം, എഴുതപ്പെട്ട വചനത്തോടെ നമുക്ക് എന്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും? നമ്മളെന്താ കൂട്ടിച്ചേർക്കുന്നത്? നമ്മുടെ സ്വയബുദ്ധിയിൽ നിന്ന് നമ്മൾ മറ്റു പലതും സ്വീകരിച്ച് ഇതിനോടൊപ്പം അതുകൂടെ കൂട്ടിച്ചേർക്കാൻ, മായമുള്ള ഒരു പാലാക്കാൻ കഴിയും. അപ്പോസ്തലൻ ഒരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കും, എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയുടെ ഒരു പ്രത്യേകത അല്ലെ, മനുഷ്യൻ്റെ ദേഹിയുടെ തലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയേറിയൊരു തലവാണ്. ഈ പറഞ്ഞ ഹിപ്നോട്ടിസവും ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരെ കാണാം. അവരുടെ ദേഹിയുടെ തലത്തിൻ്റെ ശക്തി കൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലേ? നമുക്കറിയാം, ബാബേൽ ഗോപുരം പണിത് എന്തുകൊണ്ടാണ്? വെറും ജഡമാണ് അവിടെ പണിത്, അല്ലേ? നമ്മൾ മനുഷ്യനെ അതിനു മുമ്പ് ദൈവം വിളിച്ചു, അവന് കേവലം ജഡമാണെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് അവർ ഒരു ഗോപുരം പണിതുണ്ടാക്കിയിട്ട് ദൈവം ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞത്? മനുഷ്യനെ ഇതെല്ലാം കഴിയും. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഈ ആത്മാവിൻ്റെ തലത്തിൽ നമ്മളെ യാത്ര ചെയ്യാൻ വിളിച്ചതിന് ശേഷം ഈ ദേഹിയുടെ തലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളൊരു ശ്രമം, സാധാരണ അങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നത്. നമ്മൾ അത്ര സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇത് രണ്ടും ഒരുപോലെ തോന്നും നമുക്ക്. ഇപ്പൊ സഭയുടെ ആത്മീയ പണിയോടുള്ള ബന്ധത്തിൽ ഈ ആത്മാവിൽ നിന്നുള്ള അല്ലാത്തതെല്ലാം പണിയെ തകർക്കുന്ന കാര്യങ്ങളാണ്, ജീവൻ കൊടുക്കുന്നതല്ലാതെ. ബുദ്ധിയിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷെ പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഇത് നമ്മളെ താഴ്മയിലേക്ക് നടത്തത്തില്ല. കർത്താവ് മത്തായി 11 പറഞ്ഞല്ലോ, 2 കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കാനാണ് പറഞ്ഞത്. ഞാൻ സൗമ്യതയും താഴ്മയും. ആ നുക വെക്കാനാണ് പറഞ്ഞത്, സൗമ്യതയും താഴ്മയും. നമ്മളില്ലാത്ത 2 അതാ. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കും. നമ്മൾ സൗമ്യത അഭിനയിക്കുന്നവരാ, പക്ഷെ ശക്തിയേറിയ ഒരു പരീക്ഷ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സൗമ്യതയുടെ അവസാനം നമ്മൾ കാണും, അല്ലേ? ഇപ്പം നാം നമ്മെ തന്നെ വിധിക്കുകയും ദൈവം ചെത്താൻ നമ്മളെ അനുവദിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ കൂടിച്ചേരും. നമുക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് പുറത്തുള്ള ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമ്മൾ ദൈവത്തിൻ്റെ ന്യായത്തിന് മുമ്പാച്ച് പോയി നിൽക്കുമ്പം നമ്മളെ ന്യായം വിധിക്കുന്ന ഈ മലയാളം ബൈബിൾ വെച്ചാൽ നമുക്കിതേ അറിയത്തുള്ളൂ. അപ്പം ദൈവം നമ്മളോട് ചോദിക്കില്ല ഗ്രീക്ക് എന്തായിരുന്നെന്നോ ഹീബ്രു എന്തായിരുന്നെന്നോ ഒന്നും ചോദിക്കത്തില്ല. ഞാൻ പറയുന്നത് അത് പഠിക്കുന്നത് തെറ്റാന്നല്ല, പക്ഷെ അത് ഈ തലത്തിലേക്ക് കൊണ്ടുവരരുത്. നമുക്കെന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കത് മനസ്സിലാവാമെങ്കിലും ഈ ദൈവിക വചനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാടുകളാണ് അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിലും വെളിപ്പാടുകളാണ്, അറിവല്ല. ദൈവം തരുന്ന വെളിപ്പാടുകളാണ് അടിസ്ഥാനമായിരിക്കുന്നത്. ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളെക്കുറിച്ച്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ എന്നാ പറയുന്നത്? എൻ്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് പോലും അത് പിടുത്തം കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. എനിക്ക് പോലും അത് പിടുത്തം കിട്ടിയിട്ടില്ല. നമുക്ക് പിടുത്തം കിട്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവവചനത്തിൽ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വെളിപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അതനുസരിച്ച് നടക്കാനാണ് പറഞ്ഞത്. നമ്മളത് അനുസരിച്ച് നടക്കാനാണ് പറഞ്ഞത്, അല്ലേ? തീമോഥെയോസിനും പൗലോസിനും എഴുതുമ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ തിരുവെഴുത്തും ദൈവം ശ്വസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സ്ഥലപ്രവർത്തിക്കും ഭാഗപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എല്ലാം ഇതിനകത്തുണ്ട്.
പുറത്തുനിന്ന് ഒന്നും സ്വീകരിച്ചതിനോട് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഈ പുറത്തുനിന്ന് കൂട്ടിച്ചേർക്കാൻ പോകുന്ന ആരാ? എന്നിൽ കായ്ക്കാത്ത. എന്നിൽ കായ്ക്കാന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് വരാതെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്, ദേഹിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ദൈവിക പ്രവൃത്തിയോടെല്ലാം ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. ഇപ്പം നോഹയുടെ പെട്ടകത്തിൻ്റെ ഡിസൈൻ ആരാ ചെയ്തേ? ദൈവമാണ് ചെയ്തത്. നോഹയുടെ ഒരു പങ്കും അതിനകത്തില്ല. സമാപന കൂടാരത്തിൻ്റെ ഡിസൈൻ ആരുടേതായിരുന്നു? നോഹയുടെ എന്നാ അതിനകത്തുള്ളത്? നോഹയോട് പറഞ്ഞു, ഇതുപോലെ ചെയ്തോണം, നിന്റെ കയ്യിലുള്ളതൊന്നും ഇതിനോട് കൂട്ടിച്ചേർക്കരുത്. പക്ഷെ നമ്മുടെ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പലയിടത്തു നിന്ന് ലഭിച്ചത്. നമുക്കിത് വളരെ നല്ലതാണെന്ന് തോന്നും, പക്ഷെ അത് ജീവൻ കൊടുക്കത്തില്ല. ജീവനിലേക്ക് നയിക്കുന്നതല്ല, ആത്മീയ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ഇപ്പം സമാന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയ അംശം മോശയുടെ ഡിസൈൻ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വസിക്കത്തില്ല. അപ്പം നാം ഈ ഒരു സത്യം നമ്മളെ ഒന്ന് കാണിക്കാനായിട്ട് ദൈവാത്മാവ് ശ്രമിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ ചിലപ്പം നമ്മളൊരു വീടൊക്കെ സന്ദർശിക്കുമ്പോൾ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയിരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക? അവരുടെ കളിപ്പാട്ടവും അതും ഇതും എല്ലാം കൊണ്ടും നമ്മുടെ മുന്നേ കാണിക്കും, അല്ലേ? പക്ഷെ ആ കൊച്ചു കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമോ? ചെയ്യത്തില്ല. ആത്മീയമായിട്ട് നമ്മൾ വളരും തോറും നമ്മുടേതായിട്ടുള്ളതൊക്കെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. പക്ഷെ ചില സമയം നമുക്ക് തോന്നും അത് ഉന്നതമാണെന്ന് തോന്നും, പക്ഷെ ദൈവം അത് വെറുക്കുന്നതാണ്. അപ്പം നമ്മൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങുമ്പം, അല്ലെ പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ വരെ ചിന്തിച്ച് നിരൂപിച്ച് പുരുഷനായ ശേഷമോ. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശൈശവാവസ്ഥയിൽ നിന്ന് വളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. ആത്മാവിലുള്ളത് എന്താണ്, ദേഹിയിലുള്ളത് എന്താണ്, ദേഹത്തിൽ നമ്മുടെ ആത്മാവിലുള്ളത് എന്താണ്, നമ്മളിൽ തന്നെ ഉള്ളത് എന്താണ്. അപ്പോൾ അത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുക? നമ്മളിലുള്ളതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും, മറച്ചു വെക്കാൻ ശ്രമിക്കും. പിന്നെ ഏതിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കത്തുള്ളൂ? ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കിത്, നമ്മൾ നിൽക്കുന്ന ഒരു മനോഭാവത്തിൽ നമുക്കിത് മനസ്സിലാവത്തില്ല. അത് നമ്മുടെ കണ്ണിൽ അന്നേരം, ഇപ്പം നമ്മൾ ആ കുഞ്ഞിനെ വഴക്ക് പറയാമെന്ന് വിചാരിക്കുക, എന്തിനെതിരാണ്ട് എടുത്തോളം വന്ന് നമ്മൾ സാറിന് ചെയ്യാറില്ല, നമ്മളത് അവഗണിക്കും. നമ്മൾ വഴക്ക് പറയുകയാണെങ്കിലോ കുഞ്ഞിനത് വലിയ സങ്കടം ഉണ്ടാക്കും, ഇല്ലേ? പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ പലപ്പോഴും നിൽക്കുന്ന തലം ആത്മാവിൻ്റെ തലത്തിലല്ല. ഇത് പറയുമ്പോൾ നമുക്ക് ഇല്ല, നമുക്കിതങ്ങോട്ട് കണ്ടെത്താനും മനസ്സിലാക്കാനും കുറേ വിഷമമുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചന്ദ്രനിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെയാണ്. നമുക്ക് എന്തുമാത്രം ചിന്തിക്കാൻ പറ്റും? എന്തുമാത്രം ചിന്തിക്കാൻ പറ്റും? അദ്ദേഹം ചന്ദ്രന് പോയ ഒരാളോട് ചോദിച്ചാലോ, പുള്ളിക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നു, വായിച്ച് പഠിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടത് വായിച്ച് പഠിക്കുമ്പോൾ ആദ്യം അത് നമ്മുടെ ബുദ്ധിയുമായിട്ടാണ് സമ്പാദിക്കുന്നത്, ബുദ്ധിയുടെ തലത്തിലാണ് ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കത്തില്ല. ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ തിരിയുന്നിടത്താണ്, അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ ഒരു മൂടുപടം നമ്മുടെ മുഖത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടവൽ എൻ്റെ മുഖത്തിട്ടുകൊണ്ട് ഞാൻ ഈ വേദോസം വായിച്ച് എനിക്ക് എന്താ മനസ്സിലാകുക? വിഷമമാണ്, മനസ്സിലാക്കാൻ വിഷമമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് ഈ വേദോസം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില മനസ്സിലാകലുകളുണ്ട്, ചില അറിവുകളും ബോധ്യങ്ങളും ഉണ്ട്. പക്ഷെ അത് ജീവൻ തരത്തില്ല. ഒന്ന് ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴോ. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ വീടിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് ഒരു നല്ല മാവുണ്ടായിരുന്നു, നന്നായിട്ട് കായ്ക്കുന്ന നല്ല പുതിയ സൈസ് മാവ്. അപ്പോൾ അയലോക്കത്തെ ചേട്ടൻ എന്നെ ഉപദ്രവിക്കാനായിട്ടാണ് പറഞ്ഞു. എന്നോട് പറഞ്ഞെടാ, നീ കണ്ടില്ലേ 4 തെങ്ങ് ആ മാവ് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പോയി കായ്ക്കാതെ നിൽക്കുന്നത്, നീ ആ മാവ് അങ്ങ് ചെത്തി വെച്ചാൽ ഉണങ്ങിപ്പോട്ടെന്ന് പറഞ്ഞു, തെങ്ങ് കായ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി.
ഞാനൊരു കത്തിയെടുത്ത് ഈ തെങ്ങങ്ങ് അല്ല ഈ മാവങ്ങ് വട്ടം ചെത്തി വെച്ചു. ഫാദർ വന്നു കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. ഇഷ്ടം പോലെ കിട്ടി. എനിക്കൊരു ഓർഡർ തന്നു, ഇനി മേലാൽ കത്തി എടുത്തോണ്ട് നീ എന്നെ പറമ്പിൽ ഇറങ്ങല്ലെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം? എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഇനി മേലാൽ കത്തി എടുത്താൽ പറമ്പിൽ ഇറങ്ങലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പക്ഷെ എനിക്ക് അന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒരു മച്യൂരിറ്റിയോട് വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പോഷത്വവും അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു അർത്ഥമുണ്ട്. എന്താ? ഞാൻ രക്ഷപ്പെട്ടു, ഇനി കത്തി എടുത്തുകൊണ്ടൊന്നും ചെയ്യണ്ടല്ലോ, പുല്ലും ചെത്തണ്ട, എങ്ങും പോകണ്ട, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ ആത്മീയ കാര്യങ്ങളോടുള്ള ദൈവനത്തോടുള്ള ബന്ധം നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് ആദ്യം ലഭിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അത് ദൈവികമായിക്കോണമെന്നില്ല. അതിൻ്റെ സോഴ്സ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലായവയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ചില സമയത്ത് ചില കാര്യങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങൾ ആത്മാവ് പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. ഞാൻ പറയുന്നതാണ്, ആത്മാവ് പറയുന്നതൊന്നുമല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് വരിക്കും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ബോധ്യം വരും. അത് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇതെൻ്റെ അഭിപ്രായമാണ്, വചനത്തിൻ്റെ അഭിപ്രായം അല്ല, എനിക്ക് മനസ്സിലായ ഞാൻ പറയുന്നത്, ദൈവം പറയുന്നത് അല്ല. അപ്പം നമ്മൾ ഈ നമ്മളെ തന്നെ ശുദ്ധീകരിക്കും തോറും നമ്മൾ താഴ്മയിലേക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ ചോദ്യം ചെയ്യുന്നു, എന്താ നമ്മുടെ മനോഭാവം? നമ്മൾ ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയും തോന്നത്തില്ല, ഒരസ്വസ്ഥതയും തോന്നത്തില്ല. നമ്മൾ ശാന്തരായിരിക്കും, സൗമ്യരായിരിക്കും. പക്ഷേ നമ്മുടെ സ്വയത്തിൻ്റെ തലത്തിൽ, ദേഹിയുടെ തലത്തിൽ നിന്ന കാര്യങ്ങൾ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയില്ല, നമ്മൾ കിടന്ന് കടിപിടി കൂടും. അതങ്ങനാണെന്ന് തെളിയിക്കാനുള്ളൊരു വലിയ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും, അതങ്ങനാണെന്ന് തെളിയിക്കാൻ. പക്ഷെ ആത്മാവ് ചെയ്യത്തില്ല. ആത്മാവിനറിയാം ഇത് വിശ്വാസത്താലാണ് സത്യങ്ങൾ അറിയുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴത് മനസ്സിലാകും. നമ്മുടെ തന്നെ കണ്ണുകൊണ്ട് എൻ്റെ ദേഹിയിൽ നിന്നോട് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യല? അതുകൊണ്ടാണ് തീമോഥെയോസിന് എഴുതുമ്പോൾ പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള തർക്കമൊക്കെ ഒഴിവാക്കുക, തർക്കിക്കരുതെന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ കാരണം? തർക്കം എവിടുന്നാണ് വരുന്നത്? ദേഹിയുടെ തലത്തിൽ നിന്നുള്ളതാണ്, നമ്മളിൽ തന്നെ ഉള്ളതാണ്. ആത്മാവിൻ്റെ തലത്തിൽ തർക്കമില്ല, പിന്നെന്തേ ഉള്ളൂ? വിശ്വാസവും അനുസരണവും. ഒരാൾ പറഞ്ഞ് ശരിയാണോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നത്? കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതാണോ പിതാവ് എന്നിലൂടെ പ്രസ്താവിക്കുന്നതാണോ എന്നറിയും. അപ്പം നമ്മൾ ഈ അനുസരണത്തിൻ്റെ വഴി നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ നമ്മളൊരു ഫ്രീഡത്തിലേക്ക് വരും. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം കൊടുക്കും. അല്ലെങ്കിലോ നമ്മൾ അസ്വസ്ഥരായിരിക്കും, എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാൾ എപ്പോഴും ഒരു ഓപ്പൺ മനസ്സോടായിരിക്കും ഇരിക്കുന്നത്. വേറെ ആളെ കേൾക്കുമ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കും. എൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഇല്ല അതിനോട്, ഓപ്പണാണ്. കാരണം എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവെന്താ, അഭിപ്രായം എന്താ? ഞാനൊരു ഫോഷനാണ്, വലിയ അറിവൊന്നും ഇല്ലാത്തവനാണ്. ഇപ്പോൾ പൗലോസ് കോരിന്തിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ വളരെ ഭയത്തോടും നടുക്കത്തോടും വിറയലോടും കൂടിയായിരുന്നു. അപ്പോൾ ദൈവനുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയാണോ ഉള്ളത്? അതോ ഒരു ബോൾഡ്നെസ്സിലാണോ നമ്മൾ നിൽക്കുന്നത്? ധൈര്യം വേണ്ടെന്നുള്ളതല്ല, പക്ഷെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം ആത്മാവിൽ നിന്നായിരിക്കണം. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്, കർത്താവിൽ നിന്ന് വരുന്നൊരു ധൈര്യമായിരിക്കണം. നമ്മുടെ ദേഹിയിലുള്ള ധൈര്യമുണ്ട്. മനുഷ്യൻ്റെ കണ്ണിന് മുമ്പിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ നിന്ന് തന്നെ വരുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം അതിനെ കാണുന്ന ആ നിലയിലാണ്. അപ്പം നമ്മൾ രൂപാന്തരം വരുന്തോറും നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങും. പഴയ നിയമകാലത്ത് യാഗപീഠം പണിയുന്ന കൽപ്പന കൊടുത്തപ്പം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ആയുധം കൊണ്ട് അതിനെ നീ തൊടരുത്, നിന്റെ ആയുധം അതേലെ തൊടിയിക്കരുത്. അപ്പം നമ്മുടെ എല്ലാം കയ്യിൽ ഒത്തിരി ആയുധമായിട്ടാണ് നമ്മൾ വരുന്നത്. സ്വയത്തിൻ്റെ തലത്തിൽ നിന്നുള്ള അറിവും ജ്ഞാനവും ബോധ്യവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താ സംഭവിക്കുന്നത്?
നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടത്തില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും, പക്ഷെ നമ്മൾ പഴയ പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരു ശുദ്ധീകരണം വരത്തില്ല. ഇപ്പം കർത്താവ് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടത് നോക്കുന്നതിനല്ല, അവളോട് ഹൃദയം കൊണ്ട് വിചാരം ചെയ്തു പോയി. ഈ വചനം ഒരാളുടെ ഹൃദയത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നോട്ടത്തിൻ്റെ മനോഭാവത്തിൽ വ്യത്യാസം വരും. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഒരു അറവുകാരൻ അറവൊക്കെ നിർത്തി പശുവിനെ വളർത്താനുള്ള ഒരു ഫാമിലോട് തുടങ്ങുകയെന്ന് വിചാരിക്കുക. അറവുകാരൻ എങ്ങനെയാണ് പശുവിനെ നോക്കുന്നത്? ഒന്നാമത്തെ മതിപ്പ് എത്ര കിലോ ഇറച്ചി ഉണ്ടാവും, തൊലിക്ക് കട്ടിയൊക്കെ ഉണ്ടോ, കട്ടിക്കുറവുണ്ടോ, എത്ര കിലോ എല്ല് കിട്ടും, ഇല്ലേ? അവൻ്റെ നോട്ടത്തിൽ അങ്ങനെ ഒരു മൃഗത്തെ നോക്കിക്കാണുന്നത്. പക്ഷെ ഒരു കറക്കുന്ന ഒരാളും മൃഗത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അവൻ ഇറച്ചിയുടെ കണക്കല്ല എടുക്കുന്നത്, പാലെത്ര കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് നോക്കുന്നത്. ഈ രണ്ട് നമ്മൾ വ്യത്യാസം എന്താ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദാമി സന്ധി എന്നുള്ളത് നമ്മളൊരു സ്ത്രീയെ നോക്കുമ്പം എങ്ങനെയാണ് നോക്കുന്നത്? മോഹത്തോടെയാണ് നോക്കുന്നത്. പക്ഷെ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്ത് ആത്മാവിൽ നമ്മളെ ശുദ്ധീകരിച്ച് ആ ഒരു വഴിയിൽ നടക്കുമ്പം നോക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നോക്കുന്നതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശത്തിന് വ്യത്യാസം വന്നു. നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ആളുടെ ആത്മാവിലേക്കാണ് നോക്കുന്നത്. സർവ്വലോകത്തെക്കാളും വിലയുള്ളൊരു ആത്മാവ്. നമ്മുടെ ആന്തരിക തലത്തിൽ സ്വസ്ഥത വരുന്നുണ്ട്, അവിടെ ശുദ്ധി വരുന്നുണ്ട്. നമുക്കൊരു ആക്രാന്തവും വെപ്രാളമൊന്നുമില്ല. രണ്ടാമത് നോക്കാനുള്ളൊരു ആഗ്രഹവും ഇല്ല. രണ്ടാമത് നോക്കാൻ ഇപ്പോഴും ആഗ്രഹം ഉണ്ടതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തിയും നമുക്ക് കാര്യം അറിയത്തില്ലേ. പ്രത്യേകിച്ച് നമ്മുടെ സൗളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് അറിയാം. ആ വാക്യം കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ അനുഭവം ചിന്തിച്ച് നോക്കിക്കേ, എന്താ അവിടെ വ്യത്യാസം വരാൻ കാരണം എന്താ? ആ ദൈവജനത്തിൻ്റെ അനുസരണം നമ്മളെ വേറെ തലത്തിലേക്ക് മാറ്റി. നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറ്റി. എപ്പോൾ നമ്മൾ പിന്മാറുക എന്ന് വിചാരിക്കുക, വീണ്ടും ദേഹിയുടെ തലത്തിൽ വന്നാൽ നമ്മുടെ നോട്ടത്തിന് പിമ്പിലുള്ള ഉദ്ദേശങ്ങളും മാറിപ്പോകും. പിന്മാറുമ്പോൾ അങ്ങനെ വീണ്ടും സംഭവിക്കും. മാനസാന്തരപ്പെട്ട ഒരു മദ്യപാനെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തെ നിൽക്കുമ്പോൾ മദ്യക്കുപ്പി അവനൊരു പ്രലോഭനമേ ഉളവാക്കത്തില്ല. അതേസമയം അവൻ വീണ്ടും മാനസാന്തരം ഉപേക്ഷിച്ചെന്ന് വിചാരിക്കുക, ദേഹിയുടെ തലത്തിലേക്ക് വന്നാലോ വീണ്ടും അതിനോടുള്ള ഒരു ആസക്തി. കാരണം ആ തലത്തിൽ അതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ ദൈവനത്തെ കണ്ടെത്താനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പം പലപ്പോഴും പറ്റുന്നൊരു കാര്യം, നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ വചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു കാര്യം, നമുക്കൊരു തൃപ്തിയുടെ ആത്മാവ് വരും, സംതൃപ്തിയുടെ ആത്മാവ്, തികഞ്ഞവനായെന്നൊരു തോന്നൽ. പിന്നെ എൻ്റെ ഭാരം മുഴുവൻ മറ്റുള്ളവരെ എങ്ങനെയും ഈ ഒരു തികഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. സ്വർഗ്ഗത്തിലേക്കുള്ള താക്കോലായിട്ട് കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താ? ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരാവശ്യബോധം, ഒരു വിശപ്പ്. കർത്താവേ ഇത് പോരാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ 1 യോഹന്നാൻ 3:3 പറയുന്നത്, അവനിൽ പ്രത്യാശയുള്ളവനല്ല അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇത് നമ്മുടെ അവസാനം വരെയുള്ളൊരു വിശപ്പാത്. എനിക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇല്ല കർത്താവ്, ആയിട്ടില്ല ഞാൻ, ഇനി ഒത്തിരി തലങ്ങളിൽ ഞാൻ നിർമ്മലനാകാനുണ്ട്. എനിക്കൊരു ആവശ്യബോധം എപ്പോഴും ഉണ്ട്. ആ ആവശ്യബോധം ഉള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് പറഞ്ഞു. അവർക്ക് ആ സ്വർഗരാജ്യം. ഇപ്പോൾ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പലപ്പോഴും ഈ ദേഹിയുടെ തലത്തിലുള്ള വചനത്തിൻ്റെ മനസ്സിലാക്കൽ പലപ്പോഴും നമ്മളെ ഒരു സമ്പന്നതയുടെ മനോഭാവത്തിലേക്ക് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇനി എനിക്ക് ആവശ്യമില്ല, ഒക്കെ നിങ്ങൾക്ക് ആവശ്യം. അതേസമയം നമ്മൾ ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രാഥമികമായിട്ടത് എനിക്കുള്ളൊരാവശ്യമാണ്. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും അത് യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. നമ്മളിപ്പം വായിച്ച വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീ ഞെളിയാതെ
ഭയപ്പെടുക. ഞെളിയുന്ന എപ്പോഴാണ്? ഒരു സംതൃപ്തിയുടെ ആത്മാവുള്ളപ്പോഴാണ് ഈ ഞെളിച്ചിൽ വരുന്നത്. ഒരു ദരിദ്രൻ്റെ ആത്മാവുള്ളപ്പോൾ നമുക്ക് എന്തില്ല, ഒരു ഞെളിയാന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? കുറേ തന്നെ വേറൊരു പദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ചീർക്കുക. ചീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വാക്യം വായിക്കാൻ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നിങ്ങൾ ചീർത്തിരിക്കുന്നു. അവിടെ ദുർനടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് പറയുക, എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. ചീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഗളിക്കുക. അറിവ് ചീർപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഗളം കൊണ്ട്. സുരക്ഷ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഒരു വഴി, ഒരു യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ അന്ത്യം വരെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഈ ദരിദ്രാവസ്ഥ, ദുഃഖം, നീതിക്കായുള്ള വിശപ്പും ദാഹവും. ഇതൊരിക്കൽ തുടങ്ങി വർദ്ധിച്ച് 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 വരുന്നൊരു കാര്യമാണ്. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു, വാഞ്ചിക്കുന്നു. ഈ ദൈവത്തിനുള്ള ദാഹം തീരുന്ന ഒന്നല്ല, അറിയും തോറും വർദ്ധിച്ചു വരുന്ന ഒന്നാണ്, കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ദൈവത്തെ അറിയും തോറും നമ്മുടെ ഈ ദാഹം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളന്ന് ജീവമ്രതം എന്ന് പറഞ്ഞല്ലോ, മോശയ്ക്ക് ദൈവത്തെ അറിയായിരുന്നു, ഇല്ലേ? എല്ലാം അറിയായിരുന്നു. പക്ഷെ വീണ്ടും എന്താ ദാഹം? എനിക്ക് ഇനിയും നിന്നെ അറിയണം. അതിൻ്റെ കാരണം ഇതാണ്, ഈ ഒരു വിശപ്പുണ്ട്. പക്ഷെ സാത്താൻ നമ്മളെ വഞ്ചിക്കുന്ന എപ്പോഴാണ്? ആ വിശപ്പ് അങ്ങ് എടുത്തു കളയും, ഒരു തൃപ്തി വരും. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി അതിനപ്പുറത്തോട്ട് ഇല്ല. പക്ഷെ ആത്മീയ കാര്യങ്ങളുടെ ബന്ധത്തിൽ അങ്ങനല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ നമ്മൾ ഈ ഉള്ളിയൊക്കെ പൊളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഓരോന്ന് പൊളിക്കുന്നവരും അടുത്ത് വരും, ഇങ്ങനെ പൊളിച്ച് 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 ലാസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള ദാഹം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്ന അവസാനം നമ്മൾ ദൈവഭാഗം നിൽക്കുമ്പം അവിടെ നമ്മുടെ ദാഹം തീരത്തില്ല. യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ നിത്യത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ്റെ ദാസന്മാർ രാപകൽ ആരാധിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ദാഹം തീരുന്ന ഒന്നല്ല, അത് നിത്യത്തിൽ തുടരുന്ന ഒന്നാണ്. ദൈവത്തിനായുള്ള ദാഹം കണ്ടാലും തീരത്തില്ല. കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുമ്പം. എന്തുകൊണ്ടാണ് സ്വർഗം സന്തോഷമുള്ള സ്ഥലമായിരിക്കാൻ കാരണം? അവിടെ ദൈവത്തിനുള്ള ദാഹം തീരുന്നില്ലാത്തത് കൊണ്ടാണ്. കാണും തോറും ഈ ദാഹം, നമ്മൾ ദൈവത്തെ കാണും തോറും അറിയും തോറും നമുക്ക് ഉള്ളിൽ സന്തോഷം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, ദാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സാത്താൻ പക്ഷേ നമ്മളെ വഞ്ചിക്കുന്ന ഇങ്ങനൊരു സംതൃപ്തിയുടെ അനുഭവം കൊണ്ടുവന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിഞ്ഞ് മനസ്സിലാക്കിയില്ലേ? നമുക്കറിയാം മാനസാന്തരം. നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു, നമുക്ക് മാനസാന്തരത്തെക്കുറിച്ച് എന്താ അറിയാവുന്നത്? വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയുക, നിങ്ങൾ മാനസാന്തരം എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് വിശദീകരിച്ച് തന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിശദീകരിക്കാനുണ്ട്? അല്ലേ, നിങ്ങൾ ദൈവം അല്ലേ, ഇങ്ങനെ ദൈവത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? എന്തുമാത്രം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം? നമുക്കെന്താ മറുപടി പറയാനുള്ളത്? നമുക്ക് എന്തുമാത്രം പറയാനുണ്ട്? നമ്മൾ പാടുമ്പോഴൊക്കെ പാടും, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായെന്നൊക്കെ പാടും. നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങുമ്പോഴോ എത്ര മിനിറ്റ് പറയാനുണ്ട്? നമുക്ക് എത്ര മിനിറ്റ് പറയാനുണ്ട്? അതിൻ്റെ അർത്ഥം അത്രയും നമുക്ക് ദൈവത്തെ അറിയത്തുള്ളൂ. നമ്മൾ ദൈവത്തെ അറിയും തോറും നമുക്ക് പറയാൻ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മളൊരു തൃപ്തിയിലായിരിക്കുന്നത്, അല്ലേ? ഇതൊരു ഒരു കടൽ പോലെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം വരാൻ പോകുന്ന ലോകത്ത് സമുദ്രം പോലെ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്ന. ഇപ്പം നമ്മളോട് ചോദിക്കുക, അറബിക്കടലിനെ കുറിച്ച് എന്തറിയാം? അതെന്ത് ചോദ്യം? നമ്മൾ കോഴിക്കോടുകാരാ, കോഴിക്കോട് പോയി എന്നാൽ കാണാമെന്നാ കടല്. പക്ഷെ നമുക്ക് കടലിനെ കുറിച്ച് എന്നാ അറിയാവുന്നു? അതിൻ്റെ ആഴം എന്തുമാത്രമുണ്ട്, വ്യാപ്തി എന്തുമാത്രമുണ്ട്, അതിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്നാ അറിയാം? ഒന്നും അറിയില്ല. എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തൃപ്തരായി. ദൈവം നമുക്ക് എന്നാ അറിവൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെ മനോഭാവം എന്താ? എനിക്കെല്ലാം അറിയാം. ദരിദ്രാവസ്ഥ നമുക്കില്ല. ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ഒരു ദരിദ്രാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നിടത്താണ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഒരു താഴ്മയുടെ തലത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിനുള്ള ബോധം നിങ്ങൾക്ക്
മനസ്സിലാക്കാൻ പറ്റും. ഒരു താഴ്മയുടെ തലമാണ്. മറ്റേന്ന് പറയുന്നത് നമ്മളെന്തോ ഒരു തികഞ്ഞ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബുദ്ധിയുടെ തലത്തിൽ ദൈവത്തെ അറിയുന്നിടത്താണ്. പക്ഷെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ ദൈവത്തെ അറിയുന്നിടത്ത് നമ്മൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ ഒരു മനോഭാവം ആരെങ്കിലും തിരുത്താൻ വന്നാൽ, ഇല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരാളെ തിരുത്താൻ ചെല്ലുമ്പോൾ ഒരു ഡിഫെൻസീവ് സ്പിരിറ്റിലാണ് നിൽക്കുന്നത്. ഈ കരാട്ടക്കാരൊക്കെ ചൂടെ നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊന്നും പറയേണ്ട സൗകര്യം സ്വീകരിക്കത്തില്ല. ഞാൻ നിൽക്കുന്നിടം ശരിയാ. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. നാം പറഞ്ഞ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം അങ്ങനെയാണോ? അതോ അല്ല, ബ്രദറെ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഇതിനപ്പുറത്ത് കാര്യങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ഈ ഞാൻ പറഞ്ഞതുപോലും ചിലപ്പം അതിനകത്ത് തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു താഴ്മയുടെ തലത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? അതോ നമ്മൾ ഒരു തികഞ്ഞവരെന്നുള്ള നിലയിലാണോ നിൽക്കുന്നത്? ഇതിനപ്പുറത്തൊന്നുമില്ല, ഇതാണ് അതിൻ്റെ ഇസഡ്, അവസാനത്തേതാണിത്, ഇല്ല, അങ്ങനെയാണോ നിൽക്കുന്നത്? ഇതൊക്കെ കാണണേ തന്നെ ദൈവം നമ്മുടെ കണ്ണ് തുറന്നാലേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം അറിയാവുന്ന അത്രയും ജ്ഞാനമുള്ള അപ്പോസ്തലൻ അവസാന എഫെസോസിലെ വിശ്വാസികൾ കൂടി പ്രാർത്ഥിക്കുക, ദൈവം തന്നെ നിങ്ങളുടെ കണ്ണ് തുറന്ന് ഇതെല്ലാം നിങ്ങളൊന്ന് കാണാനും അറിയാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. നമുക്കും അതേ ഒരു ആത്മാവിലേക്ക് വരാം. നമുക്കും അതിനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ ഇതുവരെ അറിയേണ്ട പോലൊന്നും അറിഞ്ഞിട്ടില്ല. പൗലോസപ്പൻ അതും പറഞ്ഞു, ഇനിയും വല്ലവർക്കും എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അവന് ഇതുവരെ അറിയേണ്ട വണ്ണം ഒന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കട്ടെ. ഈ താഴ്മയുടെ തലത്തിൽ നിൽക്കുമ്പോഴേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തത് നമ്മൾ എങ്ങനെ നിൽക്കുന്നത്? തീർന്നു, ഇതിനപ്പുറത്തും ഒന്നുമില്ല. ഇതാണ് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. നമുക്കൊരു ദാഹത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് 42-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പം കോരപുത്രന്മാരുടെ ദാഹമൊക്കെ കാണുമ്പം ഞാൻ ഇതിലേക്ക് തന്നെ നോക്കുമ്പം എനിക്കങ്ങനത്തെ ഒരു ദാഹമൊന്നുമില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണേലും ഇപ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയാം? എൻ്റെ ഉള്ളിൽ വേണ്ടവണ്ണം ഒരു ശുദ്ധീകരണം വരാത്തത് കൊണ്ട് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞിനെ കാണാനോ, എന്നെ വിട്ടുപോയ എൻ്റെ കുഞ്ഞിനെ കാണാലോ എന്നാണ് ചിന്തിക്കുന്നത്. എനിക്കറിയാം എൻ്റെ ഉള്ളിലെ ശുദ്ധീകരണത്തിൻ്റെ അഭാവമാണ് ഒരു ചിന്തയിലേക്ക് എന്നെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കേണ്ടി എനിക്ക് എൻ്റെ കർത്താവിനെ കാണാമല്ലോ എന്ന്. ഒന്നാം സ്ഥാനം എൻ്റെ കർത്താവിനായിരിക്കണം. നമ്മുടെ ഉള്ളിലെ ശുദ്ധീകരണത്തിൻ്റെ അഭാവം നമ്മുടെ ഡയറക്ഷൻസ് തെറ്റിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ മുൻഗണനകൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒത്തിരി വിശുദ്ധന്മാരെ കാണുന്ന ഒരു സത്യമാണ്, അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹം അവരെ കാണുക എന്നുള്ളതല്ല, പിന്നെ ആരെ കാണുക എന്നുള്ളതാണ്? കർത്താവിനെ, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണണം. ഒരു വലിയ അളവിലുള്ള ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം നമ്മളിലുണ്ട് സൗരസ്വന്മാരെ. മറ്റൊന്നുമല്ല നമ്മളെ ആകർഷിക്കേണ്ടത്, കർത്താവായിരിക്കണം. നമ്മുടെ ദാഹം, നമ്മുടെ ആഗ്രഹം കർത്താവിനെ കാണണം. അങ്ങനെയൊന്നും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ ദേഹിയുടെ തലത്തിൽ നിൽക്കുമ്പം നമ്മൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുന്നു. അവിടെയാണ് നമ്മൾ യഥാർത്ഥ മുൻഗണനയുള്ളവരായി ആത്മാവിൻ്റെ ആ ഒരു മുൻഗണനകൾക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി പകൽ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം, നമുക്ക് ധ്യാനിക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്ന് ഈ സത്യങ്ങളിലേക്ക് എന്നെ നടത്തി, നിന്നെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എന്നെ നടത്തി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്നൊരു പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ദൈവമോ അന്വേഷിക്കാം. അതിനോട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.